എന്തിന് രാഷ്ട്രീയ പാർട്ടി എന്ന ചോദ്യം ഉയർന്ന ഒരു കാലം. ഇവിടെ ധാരാളം മാതാപിതാക്കൾ ഇരിക്കുന്നത് കൊണ്ട്, രക്ഷിതാക്കൾ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അവരോട് പറയട്ടെ, മക്കൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ, MSFന്റെ യോഗത്തിൽ പോയാൽ, യൂത്ത് ലീഗിന്റെ യോഗത്തിൽ പോയാൽ, ലീഗിന്റെ കൊടി പിടിച്ചാൽ നിങ്ങൾക്ക് പരാതി ഉണ്ടാകാറുണ്ടോ? അങ്ങനെ രാഷ്ട്രീയം കളിച്ച് നടക്കേണ്ട പ്രായമല്ല എന്ന് പറഞ്ഞവരെ ആക്ഷേപിക്കാറുണ്ടോ? എങ്കിൽ അവരോട് ഞാൻ പറയുന്നു, മുസ്ലിം ലീഗിന്റെ ഈ പച്ച പതാക പിടിച്ചതിന്റെ പേരിൽ, MSFന്റെ ത്രിവർണ്ണ പതാക പിടിച്ചതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും തലകുനിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയമാണ് ലീഗ് വിഭാവനം ചെയ്യുന്നത്. കേരളത്തിൽ ആകെയുള്ളത് 317 ആംബുലൻസാണ്. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും ഒരു ആംബുലൻസ് പദ്ധതിയുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച ആംബുലൻസ്, ഈ കണ്ണൂർ ജില്ലക്കാരനായ അഹമ്മദ് സാഹിബിന്റെ ഫോട്ടോ ഒട്ടിച്ച ആംബുലൻസുകൾ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ആംബുലൻസുകൾ, പൂക്കോയ തങ്ങളുടെ പേരിലുള്ള ആംബുലൻസുകൾ. മുസ്ലിം ലീഗിന്റെ പദ്ധതിയിൽ എത്ര ആംബുലൻസ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? 400-ലധികം ആംബുലൻസ് ഉള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നിങ്ങൾ ഏത് രാഷ്ട്രീയം തെരഞ്ഞെടുക്കണമെന്ന ചോദ്യം ചോദിക്കുമ്പോൾ സംശയലേശമന്യേ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നിങ്ങൾക്ക് സംശയമുണ്ടാവില്ല. 308 ആംബുലൻസ് 1 കിലോമീറ്റർ ഓടിയാൽ കേരളം ഭരിക്കുന്ന സർക്കാർ ഗുജറാത്ത് കമ്പനിക്ക് ഇക്കഴിഞ്ഞ വർഷം വരെ എത്ര രൂപയാണ് കൊടുത്തത് എന്നറിയോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് 1 കിലോമീറ്ററിന് 300-ൽ പരം രൂപ. ഈ പാപ്പിനിശ്ശേരിയിൽ ഇന്ന് താക്കോൽദാന കർമ്മം നിർവഹിച്ച ഈ ആംബുലൻസ് 1 കിലോമീറ്റർ ഓടിയാൽ, പണമുള്ളവന്റെ കയ്യിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ 1 കിലോമീറ്ററിന് 35, 40, 50 രൂപ നിങ്ങൾ വാങ്ങും. പണമില്ലാത്തവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പാതി വിലക്ക് അല്ലെങ്കിൽ സൗജന്യമായി നിങ്ങൾ ആംബുലൻസ് ഓടിക്കും. ഇത് പാപ്പിനിശ്ശേരിയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടിയുടെ ആംബുലൻസുകൾ അങ്ങനെയാണ് ഓടുന്നത്. 400-ൽ പരം ആംബുലൻസുകൾ. അങ്ങനെ നമ്മുടെ ആംബുലൻസുകൾ ഓടുമ്പോഴാണ് 108 ആംബുലൻസിന്റെ പേരിൽ 1 കിലോമീറ്ററിന് 300-ൽ പരം രൂപ കൊടുത്തത്. ഇക്കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 250 കോടി രൂപയുടെ അഴിമതിയാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ കാണിച്ചത്. ഏത് രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിൽക്കേണ്ടത്? സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വന്നപ്പോ ആ മനുഷ്യൻ ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ, നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയ നേതാവ് മരണപ്പെട്ടു പോയാൽ ആ രാഷ്ട്രീയ നേതാവിന്റെ പേരിൽ വലിയ പ്രതിമകൾ ഉണ്ടാക്കാറുണ്ട്. എന്തിനാണ് പ്രതിമകൾ? ഈ നാടിന് കാക്കകൾക്ക് കാഷ്ടിക്കാനല്ലാതെ ആ പ്രതിമകൾ കൊണ്ട് ഈ നാടിനെന്താണ് ഗുണം? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ടപ്പോ സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, ശിഹാബ് തങ്ങളുടെ പേരിൽ നമുക്ക് പ്രതിമകളല്ല വേണ്ടത്. നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഏതെങ്കിലും മനുഷ്യൻ തലചായ്ക്കാൻ ഒരിടമില്ലാതെ പ്രയാസപ്പെടുന്നു, നിങ്ങൾ അവർക്ക് വീട് വെച്ച് കൊടുക്കണം. ആ വീടിന് നിങ്ങൾ ബൈത്തുർ റഹ്മ, കാരുണ്യത്തിന്റെ ഭവനം എന്ന് പേരിടണം. 10,000-കണക്കിന് വീടുകൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നിങ്ങൾ ഓർക്കുന്നു എന്ന് എനിക്കറിയില്ല, നിലമ്പൂരിൽ ജോപ്പോൾ അഞ്ചേരിയും ഷറഫ് അലിയും ഒക്കെ പങ്കെടുത്ത ലീഗിന്റെ ഒരു ബൈത്തുർ റഹ്മ ചടങ്ങ്. ഇന്ത്യക്ക് വേണ്ടി കളിച്ച അണ്ടർ-19 സുബ്രതോ കപ്പിൽ കളിച്ച ഒരു ഗോൾ കീപ്പർക്ക് വീടില്ല. ലീഗ് നിലമ്പൂരിൽ വെച്ച് വീട് കൈമാറുകയാണ്. അവിടെ വെച്ച് ജോപ്പോൾ അഞ്ചേരി പറഞ്ഞു, ഇന്ത്യയിൽ കാരുണ്യത്തിന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടേണ്ടത്. ലീഗിന്റെ രാഷ്ട്രീയമാണത്. 10,000-കണക്കിന് ബൈത്തുർ റഹ്മകൾ. വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോ ആ ദുരന്തമുണ്ടായ നിമിഷം മുതൽ അവിടെ പ്രവർത്തിച്ച, ഇവിടെ കാണുന്ന ഈ വൈറ്റ് ഗാർഡിന്റെ യൂണിഫോം അണിഞ്ഞ ഇളം പച്ച കുപ്പായക്കാരില്ലേ, ആ ദുരന്തമുണ്ടായ നിമിഷങ്ങളിൽ അവിടെ ഓടിയെത്തിയ നമ്മുടെ വോളണ്ടിയർമാർ. എന്തിനാണ് യുവജന സംഘടന? ആ യുവജന സംഘടനയ്ക്ക് എന്തിനാണ് ഒരു വളണ്ടിയർ വിങ്? ചിലർ ചോദിച്ചു, വൈറ്റ് ഗാർഡിന് പരിശീലനം കൊടുത്തപ്പോ ലീഗിന് സംഘർഷം ഉണ്ടാകുമ്പോ ആ സംഘർഷത്തിൽ അടിയുണ്ടാക്കാൻ കരാട്ടെ പഠിപ്പിക്കുന്നു, ആയുധ പരിശീലനം നടത്തുന്നു. ആക്ഷേപമുണ്ടായിരുന്നു. ഈ വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയർമാരെ നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഘട്ടങ്ങളിൽ നിങ്ങൾ അവരുടെ പേരുകൾ കേട്ടിട്ടുണ്ടോ? വയനാട് ദുരന്തമുണ്ടായ ആദ്യ നിമിഷം മുതൽ ഞാൻ ഓർക്കുന്നു, ആ ബെയിലിപ്പാലം കെട്ടുന്നതിന് മുമ്പായി ഒരു കയറ് കെട്ടി അപ്പുറത്തേക്ക് ആളുകൾക്ക് പോകണം. സൈന്യം ചോദിക്കുന്നു, പോലീസ് ചോദിക്കുന്നു. ആ കയറിൽ പിടിച്ചു തൂങ്ങി അപ്പുറം പോകാൻ പരിശീലനം ലഭിച്ചവർ ആരുണ്ട്? അഭിമാനത്തോടു കൂടി പറയട്ടെ, അവിടെ കൈപൊക്കിയത് വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയർമാർ. അവർ അപ്പുറം കടന്നു, മൃതദേഹങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിച്ചു, രോഗികളെ ഇപ്പുറത്തേക്ക് എത്തിച്ചു, അവിടെ കുടുങ്ങിപ്പോയവരെ ഇപ്പുറത്തേക്ക് എത്തിച്ചു. മാസങ്ങളോളമാണ് വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയർമാർ അവിടെ പ്രയത്നിച്ചത്. സൗജന്യമായി നമ്മൾ എത്ര ദിവസമാണ് ഭക്ഷണം കൊടുത്തത്? ഞാൻ ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? 4 ദിവസം 10,000-കണക്കിന് ആളുകൾക്ക്, അവിടെ വന്ന വളണ്ടിയർമാർക്ക്, രക്ഷാപ്രവർത്തകർക്ക്, പോലീസിന്, സൈന്യത്തിന്, മാധ്യമ പ്രവർത്തകർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുത്ത രാഷ്ട്രീയത്തിന്റെ കൂടെയാണോ നിങ്ങൾ നിൽക്കേണ്ടത്? 4 ദിവസം അവർ അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ട് സഹിക്കാതെ ആ ഭക്ഷണ പന്തൽ അടച്ചുപൂട്ടിയവരുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയാണോ നിങ്ങൾ നിൽക്കേണ്ടത്? ഈ നാട് തീരുമാനിക്കട്ടെ. അത് കഴിഞ്ഞ്
ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് സൗജന്യമായി ജീപ്പ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം, ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടവർക്ക് ഓട്ടോറിക്ഷ, തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് തൊഴിലുപകരണങ്ങൾ, അടിയന്തര സഹായമായ 15,000 രൂപ, റിലീഫ് കിറ്റുകൾ, അതെല്ലാം കഴിഞ്ഞ് അവരെ ശാശ്വതമായി പുനരധിവസിപ്പിക്കാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവർക്ക് 105 വീടുണ്ടാക്കി കൊടുക്കുമെന്ന്. നമ്മൾ സ്ഥലം വാങ്ങിയപ്പോ ഞാൻ ഈ നാട്ടുകാരോട് ചോദിക്കട്ടെ, അത് തോട്ടഭൂമിയാണെന്ന് ആക്ഷേപിച്ച് ആ വീട് പണി മുടക്കാൻ ശ്രമിച്ചവരുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയാണോ നിങ്ങൾ നിൽക്കേണ്ടത്? അതല്ല ആർജവത്തോടെ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം അത് പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൂടെയാണോ ഈ നാട് നിൽക്കേണ്ടത്? സംശയലേശമന്യ ആളുകൾ പറയും ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന പാർട്ടി ലീഗാണെന്ന്. വയനാട്ടുകാരുടെ മുഖത്ത് നോക്കിയിട്ട് ലീഗ് കുറച്ച് പള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്, ലീഗ് അവിടെ മദ്രസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ പദ്ധതിയിൽ ചേർന്നത് എന്ന് പറഞ്ഞപ്പോ മുസ്ലിങ്ങളല്ലാത്ത സഹോദരികൾ അവർ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ ആക്ഷേപിക്കരുത്, വയനാട്ടുകാരെ ഞങ്ങളെ അങ്ങനെ ആക്ഷേപിക്കരുത്. ഈ ദുരന്തമുണ്ടായ നിമിഷം മുതൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. ആ പാർട്ടി ആക്ഷേപിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, ഞങ്ങൾ ഒരുക്കമല്ല. അത് തോട്ടഭൂമിയാണ്, അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേണമെങ്കിൽ സർക്കാരിന്റെ പദ്ധതിയിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരോട് ലീഗിന്റെ നിർമ്മാണം നടക്കുന്നത് കാണാൻ ഞങ്ങൾ അവരെ വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. 5-6 മാസങ്ങൾ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അതിമനോഹരമായ 105 വീടുകളുടെ പണിയാണ് വയനാട്ടിൽ പൂർത്തിയാക്കാൻ പോകുന്നത്. ആരുടെ രാഷ്ട്രീയത്തിന്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്?